നിബിതങ്ങൾ പറയുന്നു, ദീനിന്റെ ഇൽമ്, ഇസ്ലാമിന്റെ ഇൽമ് ആരെങ്കിലും കൊണ്ടു നടക്കുകയാണെങ്കിൽ അവരിൽ അദാലത്തുണ്ട്, തസ്കിയത്തുണ്ട്, അവരെ സംശുദ്ധരാണ്, അവരെ സത്യസന്ധരാണെന്ന് നിബിതങ്ങളുടെ സാക്ഷ്യമുണ്ട്. ഇൽമ പഠിക്കുന്ന ആളുകൾ യഹ്മിലു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഫിൻ ഉദൂലു ينفون عنه تحريف الغالين وانتحال المبطلين وتأويل الجاهلين يحمل هذا العلم പിൻഗാമികളിൽ നിന്ന് ഈ ഇൽമിനെ കൊണ്ടു നടക്കുന്നത് ഉദൂലുഹു അവരിൽ ഏറ്റവും നല്ല ആളുകളാണ്. اللهم اجعلنا منهم آمين. يحمل هذا العلم من كل خلف عدوله اللهم اجعل علماءنا وأئمتنا منهم آمين يا رب العالمين. ഈ ഉമ്മത്തിന്റെ ആലിമീങ്ങൾ സത്യസന്ധന്മാരാണ്. ينفون عنه تحريف الغالين وانتحال المبطلين وتأويل الجاهلين. വിവരമില്ലാത്ത ആളുകൾ അല്ലാഹുവിന്റെ ദീനിന്റെ ഖുർആനിന്റെ ആയത്തോതി ദുർവ്യാഖ്യാനം ചെയ്യുമ്പോ, ഹദീസുകളോതി ദുർവ്യാഖ്യാനം ചെയ്യുമ്പോ, ദീനിലില്ലാത്തത് പറയുമ്പോ അതെല്ലാം തിരുത്തി കൊടുക്കുന്ന ആലിമീങ്ങൾ സത്യത്തിൽ അവർ സത്യസന്ധരാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇൽമു പഠിക്കണമെന്ന് പറയാൻ കാരണം. മഹാനായ ഇബ്നു ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി തർത്തീബുൽ മദാരിക്കിൽ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ വിവാഹിതനായി തന്റെ അമ്മാവന്റെ മകളെ വിവാഹം ചെയ്തു. അവർക്ക് കുഞ്ഞുണ്ട്. അപ്പോഴാണ് വിജ്ഞാനം നേടാനുള്ള ദാഹം ഖൽബിലേക്ക് വരുന്നത്. ബഹുമാനപ്പെട്ടവർ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇൽമു പഠിക്കാൻ പോവുകയാണ്. ഒന്നുകിൽ നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലി നിന്റെ വീട്ടിലേക്ക് നീ പൊയ്ക്കോ, അതല്ല ഞാൻ വരുന്നവരെ വീട്ടിൽ കാത്തിരിക്കേണ്ടി വരും. എന്ത് വേണം? ഭാര്യ പറഞ്ഞു, ഞാൻ കാത്തിരിക്കാം. അവർ ത്വലാഖ് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ ഇബ്നു ഖാസിം റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് കടന്നു വരുന്നു, തന്റെ ഭാര്യയെ നാട്ടിലാക്കിയിട്ട്. അവര് മദീനയിൽ വന്നു. മദീനയിലെ ലോകപ്രസിദ്ധനായ ആലിമാണ് ഇമാമുന മാലിക് ഇബ്നു അനസിൽ മദനി, ഇമാമു ദാരിൽ ഹിജ്റ. യൂഷികു അൻ തദ്രിബ അക്ബാദുൽ ഇബ്ലി ഇലാ ആലിമി മദീന യത്ലുബൂന ഇൽമ. മദീനയിലെ ഒരു ആലിമിന്റെ ഇൽമ പഠിക്കാൻ വേണ്ടി ലോകരാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുമെന്ന ഹദീസ് മഹാനായ ഇമാമുന മാലിക് തങ്ങളെ സംബന്ധിച്ചാണെന്ന് ശാഫിഈ ഇമാം അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രഗൽഭനായ ഇമാമിൽ നിന്ന് ഇൽമ പഠിക്കാനാ വന്നത്. അങ്ങനെ രാത്രിയായാൽ ഞാൻ രാത്രിയുടെ അവസാനം സുബഹിയുടെ തൊട്ടു മുമ്പുള്ള നേരത്ത് ബഹുമാനപ്പെട്ടവരുടെ വീട്ടിലേക്ക് ഞാൻ ചെല്ലും. ഒരു മസ്അല, 2 മസ്അല, 4 മസ്അലകൾ ഞാൻ ചോദിച്ചു പഠിക്കും ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. മാലിക് തങ്ങൾ ഹദീസ് പറയുമ്പോ കുളിച്ചു ശുദ്ധിയായി അത്തർ പുരട്ടുന്ന, എന്നിട്ടാണ് ഹദീസ് പറയാൻ. സുബ്ഹാനല്ലാഹ്. വഅദ് പറയൊക്കെ ചെയ്യണേ മിനിമം ഒതുക്കെങ്കിലും വേണം. നമ്മൾ അത്രയെങ്കിലും പറയണ്ടേ, മിനിമം ഒതുക്കെങ്കിലും വേണം. ഒരുപാട് ഹദീസ് ആയത്തൊക്കെ പറയേണ്ടി വരില്ലേ. മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെ ഹദീസ് പഠിപ്പിച്ച മഹാനാണ്. ഞാൻ ആ വാതിലിക്കൽ ചെന്ന് ഇൽമു പഠിക്കും. എന്നിട്ട് അവിടെ ചില ദിവസങ്ങളിൽ ഞാൻ ബഹുമാനപ്പെട്ടവരുടെ വാതിലിക്കൽ ചെന്ന് ഒരു ദിവസം കടന്നുറങ്ങി. വാതിലിക്ക് എന്തിനെന്നറിയോ? ഇമാമ് വരും ഇൽമു പഠിക്കാൻ, അതിനായി കിടക്കുന്നത്. അങ്ങനെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അന്നൊന്നും അലാറൊന്നും ഇല്ലല്ലോ, ബോഡി അലാറമേ ഉള്ളൂ, ശരീരത്തിന്റെ അലാറമേ ഉള്ളൂ, അല്ലാത്ത ഒരു അലാറം ഇല്ലല്ലോ. എങ്ങനെ എവിടുന്ന് എണീക്കാൻ? നമുക്ക് സർവ്വ അലാറാണ്. നാട്ടുകാർ മുഴുവൻ എണീറ്റിട്ട് സുബഹിക്ക് എഴുന്നേൽക്കാത്തവരുണ്ട്. അലാറം കൊണ്ട് അയലോക്കക്കാർ മുഴുവൻ എണീറ്റിട്ടുണ്ട്. ഇവ എഴുന്നേറ്റിട്ടില്ല സ്വന്തം ബെഡെന്ന്. അങ്ങനെ ഉണ്ടാവില്ലേ? അന്ന് അലാറം ഇല്ലാതെ ഇവരൊക്കെ തഹജ്ജുദിന് എഴുന്നേറ്റത്. നമുക്ക് അലാറം ഉണ്ടായിട്ട് എണീക്കാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ ഇപ്പൊ നമ്മളെ നല്ല ഞാൻ എന്റെ കാര്യം പറയട്ടെ, നമ്മളൊക്കെ ഉഷാറാണ്. നമ്മുടെ കാര്യം വളരെ പോക്ക, എന്റെ കാര്യം പോക്ക. അല്ലാഹുവേ, അല്ലാഹുമ്മ അസ്ലിഹ്നാ വഅസ്ലിഹ് അൻഫുസനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ഞങ്ങളൊക്കെ നന്നാക്കി തരണേ. പടച്ചോനെ, വലിയ വിഷമമാണ്. അവിടെ ഇങ്ങനെ വാതിൽക്കലിരുന്നു, അവിടെ ഉറങ്ങിപ്പോയപ്പോ മാലിക് ഇമാമിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു കറുത്ത പെൺകുട്ടി, ഒരു അടിമസ്ത്രീ വന്നിട്ട് കാലുകൊണ്ട് തട്ടിയിട്ട് എഴുന്നേൽക്കടോ എന്ന് പറഞ്ഞു. എഴുന്നേറ്റു. ഇമാമ പള്ളിക്ക് പോയി, നിസ്കരിക്കാൻ വേണ്ടി പോയി. നിന്നെ പോലെ ഉറങ്ങുന്ന ആളല്ല ഇമാം എന്നും ആ പെൺകുട്ടി പറയാൻ. എഴുന്നേറ്റ് പോ എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റു. അപ്പോഴേക്ക് ഇമാം പള്ളിയിലെത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടി പറയാൻ, എന്റെ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന് 49 വയസ്സായിട്ടുണ്ട്. ഇപ്പോ ഈ 49 കൊല്ലത്തിൽ
ഒരു 10-18 കൊല്ലമേ ഞാൻ ബഹുമാനപ്പെട്ടവരെ കാണാതിരുന്നിട്ടുള്ളൂ, ആ വീട്ടിലില്ലാതിരുന്നിട്ടുള്ളൂ. ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിലെ 49 കൊല്ലത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ജീവിതവുമായി ഞാൻ ബന്ധപ്പെട്ടപ്പോ, ഞാൻ അറിഞ്ഞപ്പോ ഇശാ നിസ്കാരത്തിന്റെ വുളൂ കൊണ്ടാ ബഹുമാനപ്പെട്ടവർ സുബ്ഹി നിസ്കരിച്ചിരുന്നത്. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, താബിഈങ്ങളിൽ പ്രമുഖനായ 100ഓളം സ്വഹാബിമാരെ കാണാൻ ഭാഗ്യമുണ്ടായ മാലിക് റളിയല്ലാഹു തആല. അവരാ മാലിക് മദ്ഹബിന്റെയുമാണ്. അത് നമ്മളെ ആൾക്കാർ എന്ത് മദ്ഹബ്, എന്ത് ഷാഫി, എന്ത് ഹനഫി, എന്ത് മാലികി, ഇവരൊക്കെ ആരാന്ന് മിനിമം ബയോഗ്രഫി എങ്കിലും പഠിച്ചാൽ ഇത് പറയാൻ കഴിയില്ല. ഇവരെന്ത് ചെയ്തു എന്ന് പഠിച്ചിട്ട് പറയും. വെറുതെ അങ്ങനെ പറയല്ലേ, എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇവരൊക്കെ ചെയ്ത സേവനം ചെറുതാണോ? ഇവരൊക്കെ ചെയ്ത ഇജ്തിഹാദില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? എങ്ങനെ ഹദീസ് നമ്മൾ വ്യാഖ്യാനിക്കും? എങ്ങനെ ഫിഖ്ഹിന്റെ നിയമങ്ങൾ കണ്ടെത്തും? ഇമാമുനാ മാലിക് റളിയല്ലാഹു അൻഹു, ആ മാലിക് ഇമാമിന്റെ വാതിൽക്കൽ 17 കൊല്ലം ഇൽമു പഠിക്കാൻ കിടന്ന മഹാനാണ് അല്ലാമ ഇബ്നു ഖാസിം റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ 17 കൊല്ലമാണ്. അവർ പറഞ്ഞു, ഞാൻ കച്ചവടം ചെയ്തിട്ടില്ല മദീനയിൽ ചെന്നിട്ട്. ഞാൻ കച്ചവടത്തിനല്ല പോയത്, ഹദീസ് പഠിക്കാൻ വേണ്ടി 17 കൊല്ലം ഇമാമിന്റെ വാതിൽക്കൽ ചെന്ന് ഓരോ രാത്രിയിലും 1 ഹദീസ് 2 ഹദീസ് പറഞ്ഞു തരുമ്പോ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്ന സുബ്ഹിക്ക് മുമ്പുള്ള നേരത്ത് ഞാൻ അവരെന്ന് ഇമാമിനോട് ഹദീസ് ചോദിക്കാൻ പഠിച്ചിരുന്നു. അതിനാ ഞാൻ ചെന്നത്. അങ്ങനെ ഒരിക്കൽ ഇമാമിന്റെ സദസ്സിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇമാമുനാ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് ഈജിപ്തിൽ നിന്നും ഒരു ഹജ്ജിന് വരുന്ന സൈന്യം കടന്നവൻ. ഹജ്ജിന് വരുന്ന കൂട്ടം ആളുകൾ, ഹുജ്ജാജു ബൈത്തില്ല, ഹജ്ജിന് പോകുന്ന ആളുകൾ, ഈജിപ്തുകാർ. ഇബ്നു ഖാസിം തങ്ങളുടെ നാട് ഈജിപ്താണ്. അപ്പോ ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിലേക്ക് വന്നതാ, ഈജിപ്തിൽ നിന്ന് മദീനയിലേക്ക് വന്നതാണ്. അക്കൂട്ടത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇമാമുനാ മാലിക് എന്നവരോട് ചോദിച്ചു, മൻ ഫീകും ഇബ്നു ഖാസിം, നിങ്ങളിൽ ആരാണ് ഇബ്നു ഖാസിം? മാലിക് തങ്ങൾ പറഞ്ഞു, ദാ അവിടെ ഇരിക്കുന്ന ആളാണ്. ഈ ചെറുപ്പക്കാരൻ നേരെ ചെന്നു. ഇബ്നു ഖാസിം റഹിമഹുല്ലാഹ് എഴുന്നേറ്റ് നിന്നു. 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഉപ്പയുടെ കൈ പിടിക്കുകയും ഉപ്പാന്റെ കൈ പിടിച്ച് ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തപ്പോ ഇബ്നു ഖാസിം തങ്ങൾ പറയുന്നു, എന്റെ മകന്റെ ഗന്ധം എനിക്കറിയാൻ കഴിഞ്ഞു. ഞാൻ വരുമ്പോൾ എന്റെ ഭാര്യ ഗർഭിണിയാണ്. 17 കൊല്ലം കഴിഞ്ഞ് എന്റെ മോനാണ് വന്നിരിക്കുന്നത്, വാപ്പയെ തിരക്ക് വന്നിരിക്കുന്നത്. 17 കൊല്ലമായി കാണാത്ത മോനാണിത്. ഫസല്ലമ വആനഖ. ഇങ്ങനെയൊക്കെ ഇത്ര ത്യാഗം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല അല്ലെ? കുടുംബത്തെ കെട്ടിട്ട് ഇൽമു പഠിക്കാൻ പോവാൻ മിനിമം ഒരല്പസമയം ഇൽമു പഠിക്കാൻ ചെലവഴിച്ചൂടെ? കുറഞ്ഞ നേരം പത്രങ്ങൾ ഇങ്ങനെ വായിക്കാൻ, ചാനൽ ചർച്ചകൾ കേട്ട തന്നെ പിന്നെയും കേൾക്കാൻ, ചർച്ചിത ചർച്ചകൾ തന്നെ വീണ്ടും വീണ്ടും. അനാവശ്യത്തിനൊക്കെ സമയമുണ്ട് നമുക്ക്. ഇൽമിന് ഒരല്പസമയം, നമ്മുടെ ഒരല്പസമയം അങ്ങ് മാറ്റിവെച്ചുകൂടെ? അല്ലാഹുവേ, ഇൽമു പഠിക്കാനുള്ള ഈ ഒരു ജിജ്ഞാസയും ആഗ്രഹവും അഭിലാഷവും ഞങ്ങളുടെ ഖൽബുകളിലേക്ക് നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാമ ബുഖാരി റളിയല്ലാഹു